നമസ്കാരം. ഇന്ന് നമ്മൾ മസ്റ്റ്, ഹാവ് ടു എന്നീ വാക്കുകളുടെ വിവിധ ഉപയോഗ രീതികളെപ്പറ്റി പഠിക്കുകയാണ്. മസ്റ്റിന് വേണം എന്ന അർത്ഥമാണുള്ളത്. അത് കൂടിയേ തീരൂ, നിർബന്ധമാണ് എന്ന അർത്ഥമാണ് അതിനുള്ളത്. എന്നാൽ ഹാവ് ടു എന്ന വാക്കിന് ഒരു കാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു, വേണ്ടിയിരിക്കുന്നു എന്ന അർത്ഥമാണ് ഉള്ളത്. പക്ഷേ അതിന് മസ്റ്റ് എന്ന വാക്കിൻ്റെ അത്രയും ഉറപ്പ് അതിനില്ല. നമുക്കിതിനെപ്പറ്റി കൂടുതൽ പഠിക്കാം. ആദ്യം നമുക്ക് മസ്റ്റിൻ്റെ ഉപയോഗ രീതികളെപ്പറ്റി പഠിക്കാം. ഇറ്റ് എക്സ്പ്രസസ് പേഴ്സണൽ ഒബ്ലിഗേഷൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സേ സംതിങ് ഈസ് എസെൻഷ്യൽ ഓർ നെസസറി. ഇറ്റ് എക്സ്പ്രസസ്, അത് പ്രകടിപ്പിക്കുന്നു. പേഴ്സണൽ ഒബ്ലിഗേഷൻ, വ്യക്തിപരമായ കടപ്പാടുകളെ അല്ലെങ്കിൽ കടമകളെ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സേ, അത് പറയുവാൻ ഉപയോഗിക്കുന്നു. സംതിങ് ഈസ് എസെൻഷ്യൽ, ചിലത് അത്യാവശ്യമാണ്. ഓർ നെസസറി, ആവശ്യമാണ്. എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ ഒഴിച്ചുകൂടാനാവാത്തതാണ് എന്ന് പറയുവാനാണ് മസ്റ്റ് ഉപയോഗിക്കുന്നത്. ഇറ്റ് എക്സ്പ്രസസ് പേഴ്സണൽ ഒബ്ലിഗേഷൻ, വ്യക്തിപരമായ ഒരു വ്യക്തിക്കുള്ള കടമകളെ പറ്റിയാണ് അത് കൂടുതലായിട്ടും ഉത്ബോധിപ്പിക്കുന്നത്. എക്സാമ്പിൾസ്: ഐ മസ്റ്റ് സ്റ്റോപ്പ് സ്മോക്കിംഗ്, ഞാൻ പുകവലി നിർത്തണം. ഹി മസ്റ്റ് വർക്ക് ഹാർഡർ, അവൻ കൂടുതൽ കഠിനമായി ജോലി ചെയ്യണം. യു മസ്റ്റ് റിമെമ്പർ ടു സ്വിച്ച് ഓഫ് ദി ലൈറ്റ് ആൻഡ് ഫാൻ ബിഫോർ ലീവിങ് ദ റൂം. യു മസ്റ്റ് റിമെമ്പർ, നീ ഓർമ്മിക്കണം. ടു സ്വിച്ച് ഓഫ്, സ്വിച്ച് ഓഫ് ചെയ്യുവാൻ. ദ ലൈറ്റ് ആൻഡ് ഫാൻ, ലൈറ്റും ഫാനും. ബിഫോർ ലീവിങ് ദ റൂം, റൂം വിടുന്നതിന് മുമ്പ്. ഹി മസ്റ്റ് ബി അറ്റ് ദി റെയിൽവേ സ്റ്റേഷൻ ബിഫോർ ഹാഫ് ആൻ അവർ ദ ട്രെയിൻ സ്റ്റാർട്ട്സ്. ഹി മസ്റ്റ് ബി അറ്റ് ദി റെയിൽവേ സ്റ്റേഷൻ, അവൻ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരിക്കണം. ബിഫോർ, മുമ്പേ. ഹാഫ് ആൻ അവർ, അരമണിക്കൂറിന്. ദ ട്രെയിൻ സ്റ്റാർട്ട്സ്, ട്രെയിൻ പുറപ്പെടുന്നതിന് അരമണിക്കൂർ മുമ്പേ അവൻ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരിക്കണം. വി മസ്റ്റ് ഫിനിഷ് ദ വർക്ക് ഓഫ് ദിസ് ബിൽഡിംഗ് ദിസ് വീക്ക്, ഈ വീടിൻ്റെ പണി നമ്മൾ തീർത്തിരിക്കണം. ദിസ് വീക്ക്, ഈ ആഴ്ച. അപ്പോൾ ഇവിടെ എല്ലാം ഒരു പ്രവൃത്തി, അത് ചെയ്തിരിക്കണം, നിർബന്ധമാണ്, ഒഴിച്ചുകൂടാൻ പാടില്ല എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. മസ്റ്റിൻ്റെ ഉപയോഗം വീണ്ടും തുടരുകയാണ്. സ്റ്റുഡൻസ് മസ്റ്റ് ഫോളോ ദെയർ ടീച്ചേഴ്സ് അഡ്വൈസ്. സ്റ്റുഡൻസ് മസ്റ്റ് ഫോളോ, വിദ്യാർത്ഥികൾ ഫോളോ ചെയ്യണം, അനുസരിക്കണം. ദെയർ ടീച്ചേഴ്സ് അഡ്വൈസ്, അവരുടെ അധ്യാപകരുടെ ഉപദേശം. ഫോളോ എന്ന് വെച്ചാൽ പിന്തുടരണം എന്നതാണ് ശരിക്കുള്ള അർത്ഥം. ദ സ്റ്റുഡൻസ് മസ്റ്റ് ഫോളോ ദെയർ ടീച്ചേഴ്സ് അഡ്വൈസ്. അപ്പോൾ ഇവിടെ സ്റ്റുഡൻസ് മസ്റ്റ് ഫോളോ, വിദ്യാർത്ഥികൾ പിന്തുടരണം. ദെയർ ടീച്ചേഴ്സ് അഡ്വൈസ്, അവരുടെ ടീച്ചർമാരുടെ ഉപദേശം. അടുത്ത, ഷീ മസ്റ്റ് അപ്പോളജൈസ് ഫോർ ഹെർ മിസ്റ്റേക്ക്. ഷീ മസ്റ്റ് അപ്പോളജൈസ്, അവൾ ക്ഷമ ചോദിക്കണം. ഫോർ ഹെർ മിസ്റ്റേക്ക്, അവളുടെ തെറ്റിന്. വി മസ്റ്റ് റെസ്പെക്റ്റ് അവർ പാരൻസ് ആൻഡ് ടീച്ചേഴ്സ്. വി മസ്റ്റ് റെസ്പെക്റ്റ്, നമ്മൾ ബഹുമാനിക്കണം. അവർ പാരൻസ് ആൻഡ് ടീച്ചേഴ്സ്, നമ്മുടെ രക്ഷിതാക്കളെയും അധ്യാപകരെയും. ദൈ മസ്റ്റ് ഒബേ ദ ഗെയിം റൂൾസ്. ദൈ മസ്റ്റ് ഒബേ, അവർ അനുസരിക്കണം. ദ ഗെയിം റൂൾസ്, കളിയുടെ നിയമങ്ങൾ. യു മസ്റ്റ് റിട്ടേൺ ദ എമൗണ്ട് യു ബോറോവ്ഡ്. യു മസ്റ്റ് റിട്ടേൺ, നീ തിരിച്ചു നൽകണം. ദ എമൗണ്ട് യു ബോറോവ്ഡ്, നീ കടം വാങ്ങിയ എമൗണ്ട്, തുക. All students must contribute their share for the renovation of our school building. All students must contribute, എല്ലാ വിദ്യാർത്ഥികളും സംഭാവന നൽകണം. Their share, അവരുടെ ഷെയർ, അവരുടെ പങ്ക്. For the renovation of our school building, നമ്മുടെ സ്കൂൾ ബിൽഡിങ്ങിൻ്റെ പുനരുദ്ധാരണത്തിന്. യു മസ്റ്റ് വിയർ യുവർ സീറ്റ് ബെൽറ്റ് ബിഫോർ ഡ്രൈവിംഗ്. യു മസ്റ്റ് വിയർ യുവർ സീറ്റ് ബെൽറ്റ്, നിൻ്റെ സീറ്റ് ബെൽറ്റ് ധരിക്കണം. ബിഫോർ ഡ്രൈവിംഗ്, ഡ്രൈവ് ചെയ്യുന്നതിന് മുമ്പ്. ഇവിടെയെല്ലാം ഒരു പ്രവൃത്തി നമ്മൾ നിർബന്ധം അനുസരിക്കണം, അല്ലെങ്കിൽ അത് ചെയ്യണം, അത് ഒഴിച്ചുകൂടാൻ പാടില്ല എന്നാണ് മസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഇനി നമുക്ക് മസ്റ്റിൻ്റെ നെഗറ്റീവ് രൂപത്തെപ്പറ്റി പഠിക്കാം. മസ്റ്റിനോട് നോട്ട് ചേർത്താൽ മസ്റ്റ് നോട്ട് എന്ന് വെച്ചാൽ ഒരു കാര്യം തീർച്ചയായിട്ടും ചെയ്യരുത് എന്നായിരിക്കും അതിൻ്റെ അർത്ഥം കിട്ടുക. മസ്റ്റ് നോട്ടിനെ ചുരുക്കി നമുക്ക് മസ്റ്റിൻ്റ് എന്നും ഉപയോഗിക്കാവുന്നതാണ്. പാസഞ്ചേഴ്സ് മസ്റ്റ് നോട്ട് സ്മോക്ക് ഇൻസൈഡ് ദി ബസ്. പാസഞ്ചേഴ്സ് യാത്രക്കാർ മസ്റ്റ് നോട്ട് സ്മോക്ക് ചെയ്യരുത്, പുക വലിക്കരുത്. ഇൻസൈഡ് ദ ബസ് ബസ്സിനുള്ളിൽ യാത്രക്കാർ പുക വലിക്കരുത്. അടുത്ത് യു മസ്റ്റ് നോട്ട് ഈറ്റ് സോ മച്ച് ഷുഗർ. യു മസ്റ്റ് നോട്ട് ഈറ്റ് നീ തിന്നരുത്, സോ മച്ച് ഷുഗർ അധികം പഞ്ചസാര, കൂടുതൽ പഞ്ചസാര നീ കഴിക്കരുത്. യു മസ്റ്റ് നോട്ട് വാച്ച് സോ മച്ച് ടെലിവിഷൻ. യു മസ്റ്റ് നോട്ട് വാച്ച് നീ കാണരുത്, സോ മച്ച് ടെലിവിഷൻ ഒത്തിരി ടെലിവിഷൻ എന്ന് വെച്ചാൽ ടി വി ഒത്തിരി നേരം നീ കാണരുത്. അതേഴ്സ് മസ്റ്റ് നോട്ട് പാർക്ക് ദെയർ വെഹിക്കിൾസ് ഹിയർ. അതേഴ്സ് മസ്റ്റ് നോട്ട് പാർക്ക് മറ്റുള്ളവർ പാർക്ക് ചെയ്യരുത്, ദെയർ വെഹിക്കിൾസ് ഹിയർ അവരുടെ വണ്ടികൾ ഇവിടെ. എ സെക്യൂരിറ്റി പേഴ്സണൽ മസ്റ്റ് നോട്ട് ഡ്രിങ്ക് ലിക്വർ. എ സെക്യൂരിറ്റി പേഴ്സണൽ ഒരു സുരക്ഷാ ജീവനക്കാരൻ മസ്റ്റ് നോട്ട് ഡ്രിങ്ക് ലിക്വർ മദ്യം കഴിക്കരുത്, മദ്യം കുടിക്കരുത്. ഡ്യൂറിങ് ദ ഡ്യൂട്ടി ടൈം ഡ്യൂട്ടി സമയത്ത്. The children must not cross the road as there is heavy traffic. The children must not cross the road. കുട്ടികൾ റോഡ് മുറിച്ച് കടക്കരുത്. ആസ് there is heavy traffic. ഒത്തിരി ട്രാഫിക് നിലവിലുള്ളത് കൊണ്ട് എന്ന് വെച്ചാൽ ഒത്തിരി വാഹനങ്ങൾ കടന്നു പോകുന്നത് കൊണ്ട് കുട്ടികൾ റോഡ് മുറിച്ച് കടക്കരുത്. അപ്പോൾ ഇവിടെ ഒരു പ്രവൃത്തി നിർബന്ധമായും ചെയ്യരുത് എന്ന് ഊന്നി പറയുവാനാണ് മസ്റ്റിൻ്റെ നെഗറ്റീവ് രൂപമായ മസ്റ്റിൻ്റെ അല്ലെങ്കിൽ മസ്റ്റ് നോട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഹാവ് ടു എന്ന വാക്കിൻ്റെ വിവിധ ഉപയോഗ രീതികളെപ്പറ്റി പഠിക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ഇംപേഴ്സണൽ ഒബ്ലിഗേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഡ് അത് ഉപയോഗിക്കപ്പെടുന്നു ടു എക്സ്പ്രസ് പ്രകടിപ്പിക്കുവാൻ ഇംപേഴ്സണൽ ഒബ്ലിഗേഷൻ വ്യക്തിപരമല്ലാത്ത കടപ്പാടുകളെപ്പറ്റി. വ്യക്തിപരമല്ലാത്ത കടമകളെയും കടപ്പാടുകളെയും പറ്റി സൂചിപ്പിക്കുവാൻ ഹാവ് ടു ഉപയോഗിക്കുന്നു. അതേസമയം നമ്മൾ മസ്റ്റ് ഉപയോഗിക്കുന്ന രീതി പഠിച്ചപ്പോൾ അത് ഉപയോഗിക്കുന്നത് പേഴ്സണൽ ഒബ്ലിഗേഷന് വേണ്ടിയാണ്, വ്യക്തിപരമായ കടമകളെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു. ഇവിടെ പറയുന്നു ദ സബ്ജക്റ്റ് ഓഫ് ഹാവ് ടു ബി ഫോഴ്സ്ഡ് ടു ഒബേ സം എക്സ്റ്റേണൽ ഒബ്ലിഗേഷൻ സച്ച് ആസ് ലോസ് ആൻഡ് റൂൾസ്. ദ സബ്ജക്റ്റ് ഓഫ് ഹാവ് ടു എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ അത് ഉപയോഗിക്കുന്ന വ്യക്തി, അതായത് സബ്ജക്റ്റ് കർത്താവ്. ടു ബി ഫോഴ്സ്ഡ് ടു ഒബേ അവൻ നിർബന്ധപൂർവം അനുസരിക്കേണ്ടി വരുന്നു. സം എക്സ്റ്റേണൽ ഒബ്ലിഗേഷൻ പുറമേ നിന്നുള്ള ചില കടപ്പാടുകൾ. സച്ച് ആസ് ലോസ് ആൻഡ് റൂൾസ് ഏതുപോലെ ഉള്ളതെന്ന് വെച്ചാൽ നിയമങ്ങളും അതിൻ്റെ ചട്ടവട്ടങ്ങളും. അതൊക്കെ ഹാവ് ടു ഉപയോഗിക്കുമ്പോൾ അത് ഉപയോഗിക്കുന്ന കർത്താവിന് അനുസരിക്കേണ്ടി വരുന്നു എന്നാണ് പറയുന്നത്. എക്സാമ്പിൾസ്: ഐ ഹാവ് ടു ഫിനിഷ് മൈ ഹോം വർക്ക് ബിഫോർ ബെഡ് ടൈം. ഐ ഹാവ് ടു ഫിനിഷ് എനിക്ക് ഫിനിഷ് ചെയ്യേണ്ടിയിരിക്കുന്നു, പൂർത്തീകരിക്കേണ്ടിയിരിക്കുന്നു. മൈ ഹോം വർക്ക് എൻ്റെ ഹോം വർക്ക് ബിഫോർ ബെഡ് ടൈം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഐ ഹാവ് ടു ഫിനിഷ് മൈ ഹോം വർക്ക്, അവിടെയാണ് ശ്രദ്ധിക്കുവാനുള്ളത്. അവൻ്റെ ഹോം വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരു വ്യക്തിക്ക് അവൻ്റെ ഹോം വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു, ചെയ്ത് തീർക്കേണ്ടിയിരിക്കുന്നു. ആ ഹോംവർക്ക് എന്ന് പറയുന്നത് അവൻ ഉണ്ടാക്കിയതല്ല, മറ്റൊരാൾ, ഇവിടെ അവൻ്റെ ടീച്ചർ അവന് നൽകിയതാണ്, അവൻ്റെ മേൽ ചുമത്തിയതാണ്. അതാണ് ഇവിടെ അവന് ചെയ്യേണ്ടിയിരിക്കുന്ന കാര്യം. അപ്പോൾ ബാഹ്യ പ്രേരണയാൽ അവൻ ആ പ്രവൃത്തി ചെയ്യുകയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ അർത്ഥം. അടുത്ത് നോക്കൂ, ഷീ ഹാസ് ടു അറ്റൻഡ് എ മീറ്റിംഗ് ടുമോറോ. നാളത്തെ ഒരു മീറ്റിങ്ങിൽ അവൾക്ക് പങ്കെടുക്കേണ്ടിയിരിക്കുന്നു. അവൾ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു സംഘടനയുടെ നേതാവോ അല്ലെങ്കിൽ പ്രതിനിധിയോ ആയതുകൊണ്ടാണ് ആ ഒരു കടപ്പാട്, ഒരു ബാഹ്യ കടപ്പാട്, ഒരു പ്രേരണ അവളിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് അവൾക്കതിൽ പങ്കെടുക്കേണ്ടിയിരിക്കുന്നത്. ഇനി അടുത്ത് നോക്കൂ, ഷീ ഹാസ് ടു സ്റ്റഡി ഫോർ ഹെർ ഫൈനൽ എക്സാംസ്. അവളുടെ അവസാനത്തെ പരീക്ഷകൾക്ക് വേണ്ടി അവൾക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവൾ പഠിക്കേണ്ടിയിരിക്കുന്നു എന്തിന്? പരീക്ഷകൾക്ക് വേണ്ടി.
അടുത്ത് നോക്കൂ, ഐ ഹാവ് ടു വിസിറ്റ് മൈ ബ്രദർ ദിസ് ഈവനിങ്. ഐ ഹാവ് ടു വിസിറ്റ് മൈ ബ്രദർ, എനിക്കെൻ്റെ സഹോദരനെ കാണേണ്ടിയിരിക്കുന്നു ഇന്ന് വൈകുന്നേരം. അപ്പോൾ ഇവിടെയൊക്കെ സഹോദരൻ അല്ലെങ്കിൽ പരീക്ഷ ഇങ്ങനെയുള്ള ബാഹ്യ ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഇവിടെ ഹാവ് ടു എന്ന വാക്ക് ഉപയോഗിക്കപ്പെടുന്നു എന്നത് ശ്രദ്ധിക്കണം. അടുത്ത്, വി ഹാവ് ടു ബി അറ്റ് ദി റെയിൽവേ സ്റ്റേഷൻ ബൈ 11 AM. ഞങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ 11 മണിയോടുകൂടി എത്തേണ്ടിയിരിക്കുന്നു. അവിടെയും മറ്റാരെയോ കാണുവാൻ അല്ലെങ്കിൽ കാത്തു നിൽക്കുവാൻ സ്വീകരിക്കുവാനാണ് അവർക്ക് പോകേണ്ടിയിരിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ദ സബ്ജക്റ്റ് ഓഫ് ഹാവ് ടു ബി ഫോഴ്സ്ഡ് ടു ഒബേ സം എക്സ്റ്റേണൽ ഒബ്ലിഗേഷൻ. ബാഹ്യമായ ചില കടപ്പാടുകൾ നിർബന്ധപൂർവം ഈ ഹാവ് ടു ഉപയോഗിക്കുന്ന കർത്താവിന് വഹിക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ ചുമക്കേണ്ടി വരുന്നു എന്നുള്ളത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വീണ്ടും ഹാവ് ടു ഉപയോഗിച്ചുകൊണ്ടുള്ള കുറേ സെൻറ്റൻസുകൾ കൂടി നമ്മളിവിടെ പഠിക്കുകയാണ്. അതേ സെൻസിൽ, അതേ അർത്ഥത്തിൽ. വി ഹാവ് ടു ബൈ വെജിറ്റബിൾസ് ഫോർ ടുമോറോ. നാളേക്ക് വേണ്ടിയുള്ള മലക്കറികൾ നമുക്ക് വാങ്ങേണ്ടിയിരിക്കുന്നു. ഷീ ഹാസ് ടു ക്ലീൻ ഹെർ റൂം ബിഫോർ ഷീ ലീവ്സ് ഇറ്റ്. ഷീ ഹാസ് ടു ക്ലീൻ ഹെർ റൂം. അവൾക്ക് അവളുടെ റൂം വൃത്തിയാക്കേണ്ടിയിരിക്കുന്നു. ബിഫോർ ഷീ ലീവ്സ് ഇറ്റ്. അവൾ അത് വിടുന്നതിന് മുമ്പ്. ഐ ഹാവ് ടു സബ്മിറ്റ് മൈ തീസിസ് ബൈ ദി എൻഡ് ഓഫ് ദി മന്ത്. ഐ ഹാവ് ടു സബ്മിറ്റ്. എനിക്ക് സബ്മിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു, അതായത് സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. മൈ തീസിസ്, എൻ്റെ പ്രബന്ധം. ബൈ ദി എൻഡ് ഓഫ് ദി മന്ത്, ഈ മാസ അവസാനത്തോടു കൂടി. ദേ ഹാവ് ടു വർക്ക് ലേറ്റ് ടുനൈറ്റ്. ദേ ഹാവ് ടു വർക്ക് ലേറ്റ്. അവർക്ക് വൈകും വരെ, അതായത് വൈകി ഒത്തിരി നേരം വരെ ജോലി ചെയ്യേണ്ടിയിരിക്കുന്നു. ടുനൈറ്റ്, ഇന്ന് രാത്രി. ഷീ ഹാസ് ടു ഫേസ് ഹെർ ഡ്രൈവിംഗ് ടെസ്റ്റ് ടുമോറോ. ഷീ ഹാസ് ടു ഫേസ്, അവൾക്ക് അഭിമുഖീകരിക്കേണ്ടിയിരിക്കുന്നു. ഹെർ ഡ്രൈവിംഗ് ടെസ്റ്റ്, അവളുടെ ഡ്രൈവിംഗ് ടെസ്റ്റ്. ടുമോറോ, നാളെ. യു ഹാവ് ടു ബൈ സം ഗ്രോസറീസ് ഫോർ നെക്സ്റ്റ് വീക്ക്. നിങ്ങൾക്ക് വാങ്ങേണ്ടിയിരിക്കുന്നു. സം ഗ്രോസറീസ്, കുറച്ച് അരിയും അതുപോലുള്ള പല വ്യഞ്ജന സാധനങ്ങൾ. ഫോർ നെക്സ്റ്റ് വീക്ക്, അടുത്ത ആഴ്ചത്തേക്ക് വേണ്ടി. ഇതെല്ലാം ഇനി ചെയ്യേണ്ടിയിരിക്കുന്നു, വാങ്ങേണ്ടിയിരിക്കുന്നു, പോകേണ്ടിയിരിക്കുന്നു, കാണേണ്ടിയിരിക്കുന്നു, ഈ രീതിയിലുള്ള അർത്ഥമുള്ള വാചകങ്ങളാണ് ഇവിടെ നമ്മൾ പഠിച്ചത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുവാനുള്ളത്, നമ്മൾ ഹാവ് ടു എന്ന വാക്ക് ഉപയോഗിച്ചപ്പോൾ വേണ്ടിയിരിക്കുന്നു എന്നാണ് അർത്ഥമെടുത്തത്. ഇവിടെ ഹാവ് ടു എന്നതിന് പകരം ചില ഇടങ്ങളിൽ ഹാസ് ടു നമ്മൾ പഠിച്ചത് പ്രത്യേകം ശ്രദ്ധിക്കൂ. കാരണം ബഹുവചന സർവനാമങ്ങളുടെ കൂടെയും ഐ എന്ന ഏകവചന സർവനാമത്തിൻ്റെ കൂടെയുമാണ് ഹാവ് ടു ഉപയോഗിച്ചത്. അതേസമയം ഹി, ഷീ, ഇറ്റ് ഇവയുടെ കൂടെ നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട്. ഹാസ് ആണ്. ഇറ്റ് ഹാസ്, ഷീ ഹാസ്, ഹി ഹാസ് എന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് ഓർക്കുക. അതുകൊണ്ട് തന്നെ ഇവിടെ ഷീയുടെ കൂടെ ഹാവ് ടു അല്ല ചേർക്കേണ്ടത്. ഷീ ഏകവചനമായതുകൊണ്ട് ഏകവചനം, ഹാവിൻ്റെ ഏകവചന രൂപം ഹാസാണ്. അതുകൊണ്ട് ഷീ ഹാസ് ടു, ഹി ഹാസ് ടു, ഇറ്റ് ഹാസ് ടു എന്നിവയാണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ ഐ ഏകവചനമാണെങ്കിലും ഐയുടെ കൂടെ ഹാസ് ഉപയോഗിക്കുകയില്ല എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഹാവാണ് ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് ഇവിടെ ഐ ഏകവചനമായിട്ടും ഐ ഹാവ് ടു എന്ന് ഉപയോഗിച്ചത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഹാവ് ടു എന്ന വാക്ക് വിവിധ ടെൻസുകളിൽ എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു എന്ന് പഠിക്കാം. ഹാവ് ടു ക്യാൻ ബി യൂസ്ഡ് ഇൻ ഡിഫറെൻറ്റ് ടെൻസസ്. വ്യത്യസ്ത ടെൻസുകളിൽ ഇവിടെ ഉദ്ദേശിക്കുന്ന പ്രസൻറ്റ് ടെൻസ്, വർത്തമാനകാലം, പാസ്റ്റ് ടെൻസ്, കഴിഞ്ഞ കാലം, ഫ്യൂച്ചർ ടെൻസ്, ഭാവി കാലം, ഇതിലൊക്കെയും ഹാവ് ടു എന്നതിൻ്റെ രൂപങ്ങൾ നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കും. എക്സാമ്പിൾസ്, ആദ്യം പ്രസൻറ്റ് ടെൻസ് നോക്കൂ. ഐ ഹാവ് ടു വർക്ക് ഹാർഡ്. എനിക്ക് കഠിനമായി ജോലി ചെയ്യേണ്ടിയിരിക്കുന്നു. ഇവിടെ വേണ്ടിയിരിക്കുന്നു എന്നർത്ഥം. അടുത്ത് ഹി ഉപയോഗിക്കുന്ന സർവനാമത്തിലാണ്. അടുത്ത് ഹാസ് ടു ഉപയോഗിച്ചിരിക്കുന്നു. ഹാവ് ടു എന്നത് ഇവിടെ ഹാസ് ടു ആയി മാറി. കാരണം ഹി എന്നത് ഏകവചന സർവനാമം ആയതുകൊണ്ട് ഹാവ് ടു ഉപയോഗിക്കുവാൻ പറ്റുകയില്ല. അതുകൊണ്ട് അത് അവിടെ ഹാസ് ടു എന്ന രൂപം മാറ്റി ഉപയോഗിക്കുന്നു.
ഹി ഹാസ് ടു വർക്ക് ഹാർഡ്. അവന് കഠിനമായി ജോലി ചെയ്യേണ്ടിയിരിക്കുന്നു. ഹി ഹാസ് ടു വർക്ക്. അവന് ജോലി ചെയ്യേണ്ടിയിരിക്കുന്നു. ഹാർഡ് കഠിനമായി. ഇനി അടുത്ത് നോക്കൂ, പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോമാണ് അടുത്ത രൂപം എന്ന് പറയുന്നത്. വർത്തമാനകാലം തുടരുന്ന രൂപത്തെ കാണിക്കുന്ന വർത്തമാനകാലം തുടർച്ച എന്ന് പറയുന്ന രൂപം. ദേ ആർ ഹാവിങ് ടു വർക്ക് ഹാർഡ്. അവർക്ക് കഠിനമായി ജോലി ചെയ്ത് കൊണ്ടേ ഇരിക്കേണ്ടതുണ്ട്. അവർക്ക് കഠിനമായി ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടതുണ്ട്. അത് തുടർച്ചയെ കാണിക്കുന്ന അർത്ഥമാണ്. ഈ രൂപങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കൂ. ഇനി ഹാവ് ടു എന്ന വാക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ എങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് നോക്കാം. വി ഹാവ് ഹാഡ് ടു വർക്ക് ഹാർഡ്. ഇവിടെ ഹാവ് ഹാഡ് ടു എന്ന ചുവപ്പ് മഷിയിൽ ടൈപ്പ് ചെയ്തിരിക്കുന്ന വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനോടൊപ്പം വർക്ക് എന്ന വാക്കും കൂടെ ചേർത്ത് നമുക്ക് അർത്ഥമെടുക്കാം. ഹാവ് ഹാഡ് ടു വർക്ക്, ജോലി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. വി ഹാവ് ഹാഡ് ടു വർക്ക് ഹാർഡ്, ഞങ്ങൾക്ക് കഠിനമായി ജോലി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അടുത്ത പാസ്റ്റ് ടെൻസ് നോക്കൂ. ഐ ഹാഡ് ടു വർക്ക്, എനിക്ക് ജോലി ചെയ്യേണ്ടിയിരുന്നു. ഹാർഡ് കഠിനമായി. ഐ ഹാഡ് ടു വർക്ക് ഹാർഡ്, എനിക്ക് കഠിനമായി ജോലി ചെയ്യേണ്ടിയിരുന്നു. അടുത്ത് ഷീ മൈറ്റ് ഹാവ് ടു വർക്ക് ഹാർഡ്. ഇവിടെ മേയുടെ പാസ്റ്റ് ടെൻസാണ് മൈറ്റ്. ആ മൈറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള രൂപമാണ് ഈ സെൻറ്റൻസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അവൾക്ക് കഠിനമായി ജോലി ചെയ്യേണ്ടിയിരുന്നിട്ടുണ്ടാവും. അവൾക്ക് കഠിനമായി ജോലി ചെയ്യേണ്ടിയിരുന്നിട്ടുണ്ടാവും. അതൊരു സങ്കല്പമാണ്. അടുത്ത നോക്കൂ, ഫ്യൂച്ചർ ടെൻസാണ്. ഇനിമേൽ സംഭവിക്കുന്ന കാര്യമാണ്. യു വിൽ ഹാവ് ടു വർക്ക് ഹാർഡ്. നിങ്ങൾക്ക് കഠിനമായ ജോലി ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് കഠിനമായ ജോലി ചെയ്യേണ്ടി വരും. ഈ രൂപങ്ങളൊക്കെ ഒന്ന് മനസ്സിരുത്തി ശ്രദ്ധിച്ച് മനസ്സിലാക്കണം.